ഭൂമിയെ വാസയോഗ്യമാക്കി. ഖുർആൻ അരുളുന്നു, അല്ലാഹു തന്നെയാണ് നിങ്ങൾക്കായി ഭൂമിയെ വാസയോഗ്യമാക്കിയതും ആകാശത്തെ മേൽപ്പുര ആക്കിയതും, നിങ്ങളെ രൂപപ്പെടുത്തുകയും ആ രൂപത്തെ ഭംഗിയാക്കുകയും വിശിഷ്ട പദാർത്ഥങ്ങളാൽ നിങ്ങൾക്ക് അന്നമേകുകയും ചെയ്തതും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ഭൂമിയെ അല്ലാഹു മനുഷ്യർക്ക് ജീവിക്കാനുതകുന്ന വിധത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഭൂമിക്ക് സുരക്ഷിതത്വം നൽകുന്ന ഓസോൺ പാളികൾ, മാരകമായ എക്സ്റേ, അൾട്രാവയലറ്റ് രശ്മികൾ എന്നിവയെ തടഞ്ഞു നിർത്തുന്നു. ആകാശത്തെ നാം സുരക്ഷിതമായ ഒരു മേൽപ്പുരയാക്കി എന്ന് ഖുർആൻ പറയുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ അന്തരീക്ഷവായു ഉള്ളതിനാൽ ഉൽക്കകൾ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ ഘർഷണം മൂലം കത്തിധൂളിയായി പോകുന്നു. അതിനാൽ ഉൽക്കാപതനം മൂലമുണ്ടാകുന്ന വലിയ നാശത്തിൽ നിന്ന് ഭൂമി സംരക്ഷിക്കപ്പെടുന്നു. ഈ വസ്തുതയെ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ ഇപ്രകാരം പറയുന്നു, തങ്ങളെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലയം ചെയ്യുന്ന ഈ ആകാശഭൂമികളെ അവരൊരിക്കലും കണ്ടില്ലെന്നോ? നാം ഇച്ഛിക്കുകയാണെങ്കിൽ ഭൂമിയുടെ അടിയിൽ ആഴ്ത്തിക്കളയുകയോ ആകാശത്തിന്റെ കുറേ ഖണ്ഡങ്ങൾ അവരുടെ മേൽ വീഴ്ത്തുകയോ ചെയ്യാം. ഭൂമിയെ പരത്തുകയും പർവ്വതങ്ങളെ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്നും, സകലവിധ സസ്യങ്ങളെയും കൃത്യമായ പരിമാണത്തിൽ മുളപ്പിക്കുകയും നിങ്ങൾക്കും നിങ്ങൾ ആഹാരം കൊടുക്കാത്ത എത്രയോ സൃഷ്ടികൾക്കും ജീവിതോപാധികൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നുവെന്നും അല്ലാഹു പറയുന്നു. മനുഷ്യരിൽ 85% താമസിക്കുന്നത് സമതലങ്ങളിലാണ്. മനുഷ്യനാവശ്യമായ അരി, ഗോതമ്പ്, ചോളം, കരിമ്പ്, പരുത്തി തുടങ്ങിയ കൃഷികൾ ചെയ്യാൻ ഇത്തരം എക്കൽ സമതലങ്ങളാണ് പ്രയോജനപ്പെടുക. അതുപോലെ കൽക്കരി, പെട്രോൾ പോലുള്ള ഇന്ധനങ്ങൾ ഇത്തരം പ്രദേശങ്ങളിൽ നിന്നാണ് ലഭിക്കുക. വടക്കേ അമേരിക്കയുടെ റോക്കി പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മിസൗറി, മിസിസിപ്പി നദികളുടെ നിക്ഷേപ പ്രവർത്തന ഫലമായാണ് അമേരിക്കയിലെ മിസിസിപ്പി സമതലം രൂപം കൊണ്ടത്. ഇവിടെയാണ് ഗോതമ്പ് കടൽ എന്നറിയപ്പെടുന്ന വലിയ ഗോതമ്പ് പാടങ്ങൾ ഉള്ളത്. ഹിമാലയത്തിൽ നിന്നുത്ഭവിക്കുന്ന സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ പ്രവർത്തന ഫലമായാണ് ഇന്ത്യയിലെ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, ആസാം, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളും പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നിവയുടെ ചില ഭാഗങ്ങളും രൂപം കൊണ്ടത്. 225 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇന്നു കാണുന്ന വൻകരകൾ കൂടിച്ചേർന്ന അവസ്ഥയിലായിരുന്നു. ഒരുമിച്ച് ചേർന്ന അവസ്ഥയിലുണ്ടായിരുന്നതിനെ പാൻജിയ എന്നാണ് ശാസ്ത്രകാരന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് 25 ദശലക്ഷം വർഷം പിന്നിട്ടപ്പോൾ ഈ വൻകര രണ്ടായി പിളർന്ന് വടക്കോട്ടും തെക്കോട്ടും നീങ്ങി. ഇവയ്ക്ക് ലൌറേഷ്യ, ഗ്വാണ്ടനാലാൻഡ് എന്നീ പേരുകൾ നൽകി. പിന്നീട് 65 ദശലക്ഷം വർഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ഇവ വീണ്ടും പിളർന്ന് പല ദിക്കിലേക്കും നീങ്ങി. അങ്ങനെ 7 വൻകരകൾ രൂപം കൊണ്ടു. ഈ വൻകരകൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട അവസ്ഥയിലായതുകൊണ്ടാണ് നമുക്ക് യഥേഷ്ടം മഴ ലഭിക്കുന്നത്. അതോടൊപ്പം മത്സ്യം തുടങ്ങിയ സമുദ്ര വിഭവങ്ങളും ലഭിക്കുന്നതും. ഖുർആനിലൂടെ ദൈവം അരുൾ ചെയ്യുന്നു, അല്ലാഹുവാകുന്നു നിങ്ങളുടെ റബ്ബ്, അളവറ്റ അനുഗ്രഹമുടയവൻ, അഖില ലോകത്തിന്റെയും റബ്ബ്, ജീവത്തായവൻ, അവനല്ലാതെ ദൈവമില്ല. കീഴ്വണക്കം അവന് മാത്രമാക്കിക്കൊണ്ട് നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുവിൻ. സർവസ്തുതിയും സർവലോകനാഥനായ അല്ലാഹുവിന്